ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. 10ാം ക്ലാസ് ഗണിതശാസ്ത്ര പരീക്ഷയ്ക്കായുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ വിദ്യാർത്ഥികൾ. ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതെല്ലാമെന്ന് വിവരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകൻ പ്രസാദ് താരൂപ്പനയ്ക്കൽ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025 SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ. മാർച്ച് 17 തീയതി തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ SSLC ഗണിതം പരീക്ഷ വരുന്നത്. ഇനി നമുക്ക് മുന്നിൽ 6 ദിവസങ്ങളാണ് തയ്യാറെടുപ്പിനായിട്ട് ഉള്ളത്. 11 അധ്യായങ്ങളാണ് ഗണിതത്തിൽ 10ാം ക്ലാസ്സിൽ ഉള്ളത്. ഒന്നാമത്തെ അധ്യായം സമാന്തര ശ്രേണികൾ എന്നാണ്. ഇതിൽ സംഖ്യാശ്രേണികളെ പറ്റിയാണ് ആദ്യം പറയുന്നത്. സംഖ്യാശ്രേണികളുടെ ഒരു വിഭാഗം മാത്രമാണ് സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ പൊതുവ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളിൽ ആദ്യത്തെയും മൂന്നാമത്തെയും പദങ്ങളുടെ തുക മധ്യപദത്തിൻ്റെ ഇരട്ടിയായിരിക്കുമെന്ന കാര്യവും ശ്രദ്ധിക്കണം. പൊതുവ്യത്യാസം കാണുവാനായി പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി എന്നത് ഓർക്കണം. സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കും എന്നതും പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതാണ്. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏവരും പ്രത്യേകമായി ഓർക്കുമല്ലോ. പദങ്ങളുടെ തുക കാണുന്നതിന് സൂത്രവാക്യം നിങ്ങളെല്ലാവരും പഠിച്ചു കാണും. എന്നാൽ ആ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങളെയും സമീപിക്കാമെന്ന് നമ്മൾ കരുതരുത്. ചില ചോദ്യങ്ങളിൽ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ പദങ്ങളുടെ തുക കാണുന്നതിന് മധ്യപദം ഗുണിക്കണം പദങ്ങളുടെ എണ്ണം എന്ന ആശയം ഉപയോഗിക്കേണ്ടതായി വരും. അതിൽ നിന്നും മധ്യപദം കാണുവാനായി പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി എന്നതും നമുക്ക് പരീക്ഷയ്ക്ക് സഹായകമാകുന്ന വസ്തുതയാണ്. പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയായാൽ പദങ്ങളുടെ തുക കാണുന്നതിന് തുക ഒരുപോലെ വരുന്ന ജോഡി പദങ്ങൾ അത് എത്ര ജോഡികൾ എന്ന് കണ്ടെത്തി ആ എണ്ണത്തെ ഒരു ജോഡിയുടെ തുക കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുന്നതിന് സൂത്രവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ ഏതൊരു സമാന്തര ശ്രേണിയുടെയും നിശ്ചിത പദങ്ങളുടെ തുക കാണുന്നതിന് ഈ ആശയം ഉപയോഗിക്കാം. പരീക്ഷയിൽ പൊതുവെ കാണുന്നത് 4 വ്യത്യസ്ത സമാന്തര ശ്രേണികളുടെ പദങ്ങളുടെ തുക കാണുന്ന തരത്തിലുള്ള ഉപചോദ്യങ്ങളടങ്ങിയ ചോദ്യങ്ങളായിട്ടാണ്. ഇത്തരം 4 ചോദ്യങ്ങൾ ABCD അല്ലെങ്കിൽ റോമൻ അക്ഷരം 1, 2, 3, 4 എന്നിങ്ങനെ സൂചിപ്പിച്ചു വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ട് എന്ന കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. പലപ്പോഴും കുട്ടികൾ ചെയ്ത് കണ്ടുവരുന്നത് 4 ചോദ്യങ്ങളും ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് 4 വ്യത്യസ്ത ചോദ്യങ്ങൾ ചെയ്യുന്ന ക്രമത്തിൽ ചെയ്തു വരുന്നതാണ്. അത് ഒഴിവാക്കാനായി ഇത്തരം ചോദ്യങ്ങളെ തുടർച്ചയുടെ സ്വഭാവം മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ പരിശീലിച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. വൃത്തങ്ങൾ എന്ന 2ാമത്തെ അധ്യായത്തിൽ ഒരുപാട് ആശയങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓരോ ആശയവും കൃത്യമായി മനസ്സിലാക്കി വേണം തയ്യാറെടുക്കുവാനായിട്ട്. ആശയങ്ങൾ പരസ്പരം മാറാതെ ചോദ്യത്തിന് അനുയോജ്യമായ ആശയം മനസ്സിലാക്കി ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്നതാണ് വൃത്തങ്ങൾ എന്ന പാഠത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ആശയം. അതിനെ തുടർന്ന് വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്ന ആശയം പഠിക്കുന്നു. അതിനെ തുടർന്ന് വൃത്തത്തിലെ ഒരു ചാപം അതേ ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന ഏത് ജോഡി കോണുകളും അനുപൂരകമാണ് എന്ന ആശയമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വൃത്തത്തിലെ ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ തുല്യമാണ് എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും ഒരു വൃത്തത്തിലാണെങ്കിൽ അതിൻ്റെ എതിർക്കോണുകൾ അനുപൂരകമാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. അത്തരം ചതുർഭുജങ്ങളെയാണ് ചക്രീയ ചതുർഭുജങ്ങൾ എന്ന് നാം വിളിക്കുന്നത്. ചതുരം, സമചതുരം, സമപാർശ്വലംബകം എന്നിവ ചക്രീയ ചതുർഭുജങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലും ഉണ്ടാകുന്ന പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണ്. ഒരു വൃത്തത്തിലെ 2 ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിക്കപ്പെടുമ്പോൾ 2 ഞാണുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം തുല്യമാണ്. വൃത്തത്തിലെ ഒരു വ്യാസത്തിനെ അതിന് ലംബമായ ഒരു ഞാൺ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം
ഞാണിൻ്റെ പകുതിയുടെ വർഗമാണ്. മൂന്നാമത്തെ അധ്യായം സാധ്യതകളുടെ ഗണിതം. ഇതിൽ 3 തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്. സാധാരണയായി 2 ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്നും കണ്ടുവരാറുള്ളത്. ഈ പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്നതിനെക്കുറിച്ചും പൂർണ്ണവർഗസംഖ്യകൾ ഏതൊക്കെയാണെന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. 2 അക്ക സംഖ്യകളുടെ എണ്ണം 90 ആണ് എന്നതും ഓർമ്മിക്കേണ്ടതാണ്. സാധ്യത കാണുന്നതിനുള്ള സൂത്രവാക്യം അനുകൂല ഫലങ്ങളുടെ എണ്ണത്തെ ആകെ ഫലങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. ജ്യാമിതീയ രൂപങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകളും ഈ അധ്യായത്തിൽ നിന്നും ചോദിക്കാറുണ്ട്. അതുപോലെ 2 പെട്ടികൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങളും സാധാരണയായി ചോദിക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് 4ാമത്തെ അധ്യായമായ രണ്ടാം കൃതി സമവാക്യങ്ങൾ. ax² + bx + c = 0, a ≠ 0 എന്ന രൂപത്തിലുള്ള സമവാക്യങ്ങളാണ് രണ്ടാം കൃതി സമവാക്യങ്ങൾ. രണ്ടാം കൃതി സമവാക്യങ്ങൾ രൂപീകരിക്കുന്നതിനായി ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച ചില ഗണിത ആശയങ്ങളെ കൂടി ഉപയോഗിക്കേണ്ടതായി വരാറുണ്ട്. ഉദാഹരണമായി മട്ടത്രികോണവുമായി ബന്ധപ്പെട്ട് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കേണ്ടി വരാവുന്നതാണ്. വിവിധ ജ്യാമിതീയ രൂപങ്ങളുടെ പരപ്പളവ്, ചുറ്റളവ് തുടങ്ങിയ ആശയങ്ങളെയും ഉപയോഗപ്പെടുത്തേണ്ടതായി വരാറുണ്ട്. രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ചോദ്യത്തിൻ്റെ ഉത്തരം ആയി വരുന്ന സംഖ്യ x കണ്ടെത്തുന്നതിനായി വർഗത്തികവ്, അതുപോലെ സൂത്രവാക്യം എന്നിങ്ങനെ 2 രീതികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് വർഗത്തികവ് നിങ്ങൾക്ക് പ്രയാസകരമായി തോന്നുന്ന പക്ഷം സൂത്രവാക്യം ഉപയോഗിച്ചും നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താവുന്നതാണ്. 5ാമത്തെ അധ്യായമായി വരുന്ന ത്രികോണമിതിയും വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധവും 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധവും നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. ത്രികോണമിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 അംശബന്ധങ്ങളാണ് സൈൻ എ, കോസ് എ, ടാൻ എ തുടങ്ങിയവ. ഇതിൻ്റെ സൂത്രവാക്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം. ഒരു വൃത്തത്തിൻ്റെ ആരവും ആ വൃത്തത്തിലെ ഒരു ഞാൺ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവും തന്നിരുന്നാൽ ആ ഞാണിൻ്റെ നീളം കണ്ടെത്തുന്നതിനുള്ള മാർഗം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഒരു വൃത്തത്തിലെ 3 ബിന്ദുക്കൾ എടുത്ത് വരയ്ക്കുന്ന ത്രികോണത്തിൻ്റെ ഓരോ വശങ്ങളും ആ ത്രികോണത്തിൻ്റെ കോണും വൃത്തത്തിൻ്റെ ആരവും തന്നിരുന്നാൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. അകലവും ഉയരവും കണ്ടെത്താനുള്ള ചോദ്യങ്ങളും നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടതാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, മേൽക്കോൺ, കീഴ്ക്കോൺ എന്നിവ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സൂചക സംഖ്യകൾ എന്ന അധ്യായം താരതമ്യേന എളുപ്പമുള്ളതാണ്. അക്ഷങ്ങൾ വരയ്ക്കുക, സൂചക സംഖ്യകളായി തന്നിരിക്കുന്ന ബിന്ദുക്കൾ വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ വിവിധ ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അക്ഷത്തിന് സമാന്തരമായ വരകളിലെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളുടെ പ്രത്യേകതയും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുവാനുള്ള സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ചോദ്യങ്ങളും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. 7ാമത്തെ അധ്യായം തൊടുവരകൾ എന്നതാണ്. ചില ചോദ്യങ്ങൾ വൃത്തങ്ങൾ, തൊടുവരകൾ എന്നീ 2 അധ്യായങ്ങളിലെയും ആശയങ്ങളെ ബന്ധപ്പെടുത്തിയുള്ളതും ആകാറുണ്ട്. ഒരു വൃത്തത്തിൽ ഒരു ബിന്ദുവിനെ മാത്രം തൊടുന്ന വരയാണല്ലോ തൊടുവര. ആ വര വൃത്തത്തെ തൊടുന്ന ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. ഒരു വൃത്തത്തിൻ്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും ആ വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കാമല്ലോ. ആ 2 തൊടുവരകളുടെയും വൃത്തത്തിൽ തൊടുന്നതുവരെയുള്ള നീളം തുല്യമായിരിക്കും എന്ന കാര്യവും ഓർക്കുക. പുറത്തുള്ള ബിന്ദുവിൽ നിന്നുള്ള 2 തൊടുവരകളും ആ തൊടുവരകൾ വൃത്തത്തെ തൊടുന്ന ബിന്ദുവിൽ നിന്നുള്ള 2 ആരങ്ങളും ചേർന്ന് വരുന്ന ചതുർഭുജം ചക്രീയ ചതുർഭുജമാണ്. ആരങ്ങൾ ചേരുന്ന കോണും തൊടുവരകൾ ചേരുന്ന കോണും അനുപൂരകമാണ്. ഒരു വൃത്തത്തിലെ ഒരു ഞാണിൻ്റെ 2 അറ്റങ്ങളിലൂടെയുമുള്ള തൊടുവരകൾ ഞാണുമായി ഉണ്ടാക്കുന്ന കോണുകൾ തുല്യവും ഞാണിൻ്റെ അറ്റങ്ങൾ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയുമാണ്. വൃത്തത്തിലെ ഒരു ഞാൺ അതിൻ്റെ അറ്റത്തുള്ള തൊടുവരയുമായി ഒരു വശത്തുണ്ടാക്കുന്ന കോൺ മറുവശത്ത് വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്നുള്ള നീളങ്ങളുടെ ഗുണനഫലം ആ ബിന്ദുവിൽ നിന്നുള്ള തൊടുവരയുടെ നീളത്തിൻ്റെ വർഗമാണ്. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളെയും സ്പർശിക്കുന്ന തരത്തിൽ ത്രികോണത്തിൽ വരയ്ക്കുന്ന വൃത്തത്തെ അന്തർവൃത്തം
ഇൻസർക്കിൾ എന്ന് പറയുന്നു. ഒരു ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം കാണുവാൻ ആ ത്രികോണത്തിൻ്റെ പരപ്പളവിനെ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതിയാകും. 8-ാമത്തെ അധ്യായം ഗണരൂപങ്ങളിൽ സമചതുരസ്തൂപിക, വൃത്തസ്തൂപിക, ഗോളം, അർദ്ധഗോളം എന്നീ ജാമിതീയ രൂപങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. സമചതുരസ്തൂപികയുടെയും വൃത്തസ്തൂപികയുടെയും ഗോളത്തിൻ്റെയും അർദ്ധഗോളത്തിൻ്റെയും ഉപരിതല പരപ്പളവും വ്യാപ്തവും കാണുന്നതിനുള്ള മാർഗങ്ങൾ ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. സമചതുരസ്തൂപികയുടെയും വൃത്തസ്തൂപികയുടെയും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ അളവുകൾ കണ്ടുപിടിക്കുന്നതിന് മട്ടത്രികോണങ്ങളുടെ പ്രത്യേകതകൾ ഈ രൂപങ്ങളിൽ നിന്നും നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. സമചതുരസ്തൂപികയുമായി ബന്ധപ്പെട്ട് സ്തൂപികയുടെ ഏകദേശ ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൽ നിന്നും ചില മട്ടത്രികോണങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. ചോദ്യം ഉപരിതല പരപ്പളവോ വ്യാപ്തമോ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അളവുകൾ കണ്ടെത്തുന്നതിന് ഈ നിങ്ങൾ വരച്ച ചിത്രത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഗണരൂപങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ചോദ്യമാണ് ഒരു രൂപത്തെ ഉരുക്കി മറ്റൊരു രൂപമാക്കി മാറ്റുമ്പോൾ പുതിയ രൂപത്തിലുള്ള എത്ര എണ്ണം ഉണ്ടാക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇവിടെ ഓർക്കേണ്ട കാര്യം ഉരുക്കുന്നതിന് മുൻപും ഉരുക്കിയ ശേഷവും ഉള്ള രൂപങ്ങളുടെ ആകെ വ്യാപ്തങ്ങൾ തുല്യമാണ് എന്നുള്ളതാണ്. 9-ാമത്തെ അധ്യായം ജാമിതിയും ബീജഗണിതവും. ഒരു സാമാന്തരികത്തിൻ്റെ 3 മൂലകളുടെ സൂചകസംഖ്യകൾ തന്നിരുന്നാൽ 4-ാമത്തെ മൂലയുടെ സൂചകസംഖ്യ കാണുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടതാണ്. ഒരു വരയുടെ 2 അറ്റങ്ങളുടെ സൂചകസംഖ്യകൾ തന്നിരുന്നാൽ ആ വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ കാണാനും ഒരു വരയുടെ ചെരിവ് കാണുവാനും അതിൻ്റെ സൂത്രവാക്യം ഉപയോഗപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വരയുടെ സമവാക്യവും വൃത്തത്തിൻ്റെ സമവാക്യവും എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വരയെ പ്രത്യേക അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോൾ ആ ഭാഗിക്കുന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ കാണുന്ന വിധവും നിങ്ങൾ പഠിച്ചിരിക്കണം. 10-ാമത്തെ അധ്യായം ബഹുപദങ്ങളിൽ ഒരു രണ്ടാംകൃതി ബഹുപദത്തെ എളുപ്പത്തിൽ ഘടകങ്ങളാക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. P(x) എന്ന രണ്ടാംകൃതി ബഹുപദത്തെ x-a കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം P(a) ആണെന്നതും P(a)യുടെ വില 0 ആയാൽ x-a ആ ബഹുപദത്തിൻ്റെ ഒരു ഘടകമായിരിക്കുമെന്നതും ഓർക്കണം. അതുപോലെ P(x)ൽ നിന്നും P(a) കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബഹുപദത്തിൻ്റെ ഘടകമാണ് x-a എന്നതും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അവസാന അധ്യായം സ്ഥിതിവിവരക്കണക്ക്. സാധാരണയായി 2 ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്നും കണ്ടുവരാറുള്ളത്. ഏതാനും ചില സംഖ്യകൾ തന്ന ശേഷം അവയുടെ മധ്യമം കാണുവാൻ ആവശ്യപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതണമെന്നതാണ്. അതിനുശേഷം വേണം നടുക്ക് വരുന്ന സംഖ്യ കണ്ടെത്താനായിട്ട്. സംഖ്യകളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ നടുക്ക് വരുന്ന സംഖ്യയാണ് മധ്യമം. സംഖ്യകളുടെ എണ്ണം ഇരട്ടസംഖ്യയാണെങ്കിൽ നടുക്ക് 2 സംഖ്യകൾ വരും. അവയുടെ തുകയുടെ പകുതിയാണ് മധ്യമം. മറ്റൊന്ന് ആവർത്തിപ്പട്ടിക തന്നിട്ട് അതിൽ നിന്നും മധ്യമം കണ്ടെത്തേണ്ട ചോദ്യങ്ങളാണ്. അവിടെ സഞ്ചിതാവൃത്തി പട്ടിക എഴുതി നിങ്ങൾ മധ്യമം കാണേണ്ടതുണ്ട്. വലിയ പ്രയാസം കൂടാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചിത്രങ്ങൾ നിർമ്മിക്കുവാനുള്ള ചോദ്യങ്ങൾ. പരിവൃത്ത ആരവും ത്രികോണത്തിൻ്റെ ചില അളവുകളും തന്ന ശേഷം ത്രികോണം വരയ്ക്കുവാനുള്ള ചോദ്യങ്ങൾ, പൂർണ്ണവർഗസംഖ്യയല്ലാത്ത പരപ്പളവുകളുള്ള സമചതുരം വരയ്ക്കുവാനുള്ള ചോദ്യങ്ങൾ, ഒരു ചതുരത്തിൻ്റെ അളവുകൾ തന്ന് അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം നിർമ്മിക്കുവാനുള്ള ചോദ്യം, തൊടുവരകൾ നിർമ്മിക്കുവാനുള്ള ചോദ്യം, വൃത്തത്തെ തൊടുന്ന വശങ്ങൾ ഉള്ള ത്രികോണം വരയ്ക്കുവാനുള്ള ചോദ്യം, ഒരു ത്രികോണത്തിന് അന്തർവൃത്തം വരയ്ക്കുവാനുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് കണ്ടുവരാനുള്ള ചോദ്യങ്ങൾ. 4 പാർട്ടുകളിലായി ആകെ 29 ചോദ്യങ്ങളാണ് ചോദ്യക്കടലാസിൽ ഉണ്ടാവുക. എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച ഗ്രേഡ് ഗണിത പരീക്ഷയിൽ വാങ്ങിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 10ാം ക്ലാസ് ഗണിതശാസ്ത്ര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമായ വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകൻ പ്രസാദ് താരു പനക്കൽ.